കാര്യമാണ്. ലൈഫിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഒരു പാർട്ട്ണർ വേണ്ടത് ഒരേ പാർട്ട്ണർ വേണം. ഓക്കെ, അത് പാർട്ട്ണറായിരിക്കണം, അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം നമ്മുടെ ഒരു സ്ഥലത്ത് വീണ് പോയി കഴിയുമ്പോൾ ലൈഫിലാണെങ്കിൽ അവിടെ നിന്ന് കൈ പിടിച്ച് തരാൻ ഒരാളില്ലെങ്കിൽ പറ്റത്തില്ല. ഞാൻ ഒറ്റയ്ക്കെല്ലാം ലൈഫിൽ സാധിക്കാമെന്ന് വിചാരിച്ചാണ്. പാർട്ട്ണർ വേണ്ട, അത് സീറോ. ശരി, അന്നത്തെ കാലം ശരിയാണ്, ബട്ട് അങ്ങനെയല്ല. ഒരു പാർട്ട്ണർ വേണം. കാരണം അത് ആസ് എ ഫ്രണ്ട് ആവാം, അത് പോസിറ്റീവായിട്ട് നമുക്ക് ഒരു മെസ്സേജ് തരാൻ വേണ്ടി ഒരാളുണ്ടായുണ്ടല്ലോ, അത് നമുക്ക് ബൂസ്റ്റ് ചെയ്യുന്ന എനർജി രണ്ടിരട്ടിയാണ്. പക്ഷേ ബിസിനസ്സിലാണെങ്കിൽ അങ്ങനെയല്ല. ഒരു പാർട്ട്ണർ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഫൈനാൻഷ്യലി തളർന്നു പോകും, അപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്ന് അവൻ്റെ ചെറിയൊരു കൈപിടുത്തം മതിയായിരിക്കും നമുക്ക് ലൈഫിൽ സക്സസ് ആകാൻ. ആ ചെറിയതായിട്ട് കൈപിടിക്കുന്ന ഒരാളില്ലെങ്കിൽ നമ്മൾ താഴെ പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ച് കയറി വരാൻ പറ്റാൻ പോകത്തില്ല. അതുപോലെയാണ് പാർട്ട്ണർ ഉദ്ദേശിക്കുന്ന ആൾ. നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ട് അന്ന് കൂടുതൽ കാണുന്ന ഒരാൾ, കൂടുതൽ കാണുന്നതായിരിക്കണം നമ്മുടെ പാർട്ട്ണർ. ഇപ്പം ഏത് കാര്യത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ, ബിസിനസ്സിലുള്ള സംഭവം ഇതേപോലെ ബിസിനസ്സിലാവാം, ലൈഫിലാവാം. കാരണം നമുക്ക് അപ്പോൾ ഒരു പോസിറ്റീവ് തരാൻ ഒരാളില്ല. നമ്മൾ ഫുള്ള് ഡൗണായി വീണ് പോയെന്ന് പറഞ്ഞാൽ പിന്നെ കയറി വരുന്ന ഇറ്റ് പോസിബിൾ. പക്ഷെ ആ പോകുന്ന വഴി ഒരു കുറച്ച് ഡൗണായി അപ്പോഴത്തേനും കൈ പിടിച്ച് കയറ്റാൻ അവിടെ ഉണ്ടായുണ്ടല്ലോ, നമ്മൾ കയറി പോകുന്നത് രണ്ടിരട്ടിയായിരിക്കും. ഇപ്പം നമ്മുടെ ലൈഫിലാണെങ്കിൽ ശരി, എന്താ പറഞ്ഞാലും ഒറ്റയ്ക്ക് ജീവിക്കാന്നുള്ള എല്ലാവരും പല ഡിസിഷൻ ഉണ്ടായിരിക്കും. ഞാനതുപോലെ എടുത്ത ആളാണ്, വേണ്ടാന്ന് വെച്ചിരുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, ചില സിറ്റുവേഷനിൽ നമുക്ക് തുണയായിട്ട് ഒരാൾ വേണം തോന്നും. കാരണം അവിടെ അടുത്ത് പോസിറ്റീവ് തരാം. ആസ് എത്തും പറഞ്ഞൊരു കാര്യം വരും, പെണ്ണുങ്ങളുടെ അടുത്ത് പോസിറ്റീവ് വരാൻ വേറെ ഒരാൾക്കും പറ്റത്തില്ല. കാരണം അവരുടെ മെസ്സേജ് അത്രയ്ക്കും പവർഫുള്ളാണ്. കാരണം അവർ നമുക്ക് തരുന്ന ഒരു വാക്കുകൾ, ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ പേഴ്സണൽ ലൈഫിൻ്റെ കാര്യം. ഓക്കെ, അത് വേണ്ടവർക്ക് കേൾക്കാം, വേണ്ടവർക്ക് മാത്രം മതി, അത് വിട്ടേക്ക്. മെയിനായിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, ഫ്യൂച്ചറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, നമുക്കൊരു പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്കാണ്. കാരണം അത് ഫ്രണ്ട്ഷിപ്പിൽ 2-3 പേര് വേണം. കാരണം ഒറ്റയ്ക്ക് ഞാൻ നോക്കിക്കോളാം, ഒരുത്തൻ്റെ സഹായം വേണ്ടെന്ന് വെച്ചിട്ടാണ് പറ്റത്തില്ല. പിന്നെ വീണ് പോയിട്ടുണ്ടെങ്കിലോ പറ്റത്തില്ല എന്നല്ല, വീണ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് കയറി വരുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടിയാണ്. അത്രയും.